ഇന്നത്തെ എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും സംശയം ഉണ്ടാവും, ചേട്ടാ ഇവർക്ക് എന്താ കല്യാണത്തിന് പോലെ തന്നെയാണോ പണിയെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് അടുപ്പിച്ച് അല്ലെങ്കിൽ കല്യാണം ഉണ്ടാവില്ല. ഇനി വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ അടുപ്പിച്ച് 2-3 കല്യാണങ്ങളൊക്കെ ഒരുമിച്ച് വരും. അതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കിട്ടിയ 1-2 കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ലോങ് ആണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കല്യാണം യാത്ര എവിടേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് വെച്ചിട്ടാണ്. അപ്പോൾ തലേ ദിവസം പോരണം എന്നൊക്കെയാണ് വിചാരിച്ചത്. എന്നാൽ കുട്ടികളൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റും ആയി. പക്ഷേ ഞങ്ങൾക്ക് പോരാൻ പറ്റിയില്ല. പിറ്റേ ദിവസമാണ് പോരാൻ പറ്റിയത്. നേരത്തെ എണീക്കണം, നേരത്തെ പോരണം. എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു ടൈമിലാണ് വരാൻ പറ്റിയത്. 10:30 to 11 മുഹൂർത്തം ഉണ്ടായിരുന്നത്. ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവിടെ എത്തണമല്ലോ. ചെക്കനും പാർട്ടിയൊക്കെ തലേ ദിവസം പോന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരും ഞങ്ങളും ഒക്കെ ആ ഒരു സമയത്താണ് അവിടെ എത്തിയത്. പിന്നെ ഈ ഒരു വിവാഹം നടക്കണത് എവിടെയെന്ന് വെച്ചാൽ പരിയാരം, എറണാകുളത്ത് നിന്ന് കുറച്ച് മാറിയിട്ട് അവിടെയാണ് നടക്കുന്നത്. അവിടുന്ന് ആരെങ്കിലും നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് അതിൽ കമൻറ്റായിട്ട് അറിയിക്കണം. ഞാൻ ഇതേവരെ ഈ ഒരു ഭാഗത്തേക്ക് പോയിട്ടില്ല. എറണാകുളം ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കുറച്ച് ഉള്ളിലേക്കായിട്ട് ഞാൻ ആദ്യമായിട്ടാണ്. എന്തായാലും കല്യാണമൊക്കെ വളരെ ലളിതമായിട്ടുള്ള കല്യാണമായിരുന്നു. കാരണം നമ്മുടെ ഇവിടെ തൃത്താല വെച്ചിട്ട് അവർ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് കൂടുതലും ആൾക്കാരുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് അവിടുത്തെ അറിയേണ്ടത് എന്താ വെച്ചാൽ അവിടുത്തെ ഫുഡാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഞാൻ ഒരു എറണാകുളം കല്യാണത്തിന് ഇതേവരെ പോയിട്ടില്ല. അപ്പോൾ ഫുഡ് എങ്ങനെയുണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു 1-2 കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ചസ് ഉണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങൾ തോന്നിയില്ല. പിന്നെ ഞങ്ങളിതേ തിരിച്ചു വന്ന് നോക്കുമ്പോൾ വലിയൊരു പാഴ്സൽ ഞങ്ങളെയും കാത്തിട്ട് അവിടെ നിൽക്കണം. അപ്പോൾ വേറെ ഒന്നല്ല കേട്ടോ, നമ്മുടെ എണ്ണയുടെ ആവശ്യമായിട്ട് നമ്മൾ റാപ്പ് ഇയാളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ